അങ്ങനെ ഹീറോയിനും ആ ലോറിന് ചടങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ആ സമയത്ത് ഇവളുടെ അനിയത്തിയാണെങ്കിൽ നിന്നെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി, നീ ചെയ്യുന്ന പണിയെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ് പുച്ഛത്തോടെ സംസാരിക്കുകയാണ്. അതുവരെ ഇവൾക്ക് സപ്പോർട്ടായിരുന്ന ഏട്ടന്റെ വൈഫ് ഒന്നും ഇടുന്നുണ്ടാവില്ല. അതുപോലെ ഏട്ടൻ ദേഷ്യപ്പെടും. നിനക്ക് തോന്നിയ സമയത്ത് കയറി വരാനും പോകുന്നത് നിന്റെ വീട്ടിൽ എന്റെ വീടാണ്, ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുമെന്ന് പറയും. അമ്മയും ദേഷ്യത്തിൽ എണീറ്റ് പോകുകയാണ്. സോ ഇവൾക്കും വേറെ വഴിയില്ലാതെ അടുത്ത ദിവസം വീട് മാറാൻ തീരുമാനിക്കും. ഇവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് അവർ താമസിച്ചിരുന്ന പഴയ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയാണ്. ഇവളുടെ ഫ്രണ്ടായ ലോയർ മരിച്ചുകൊണ്ട് തന്നെ ഇവൾക്ക് കേസ് വധിക്കാനായിട്ട് ആളുണ്ടാവില്ല. സോ ഹീറോയിന് വന്ന് ഇവൾക്ക് സ്റ്റേഷൻ വെച്ച് ചെല്ലുമ്പോൾ ലോയറിനെ പോയി കാണും. ഹീറോന്റെ കഥയെല്ലാം കേൾക്കുന്ന വയസ്സായ ലോയറാണെങ്കിൽ അവൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ വാദിക്കാന്ന് പറയും. അതേസമയത്ത് ഹീറോന്റെ ഹസ്ബൻഡും ആ ലോയറിനെ മരിയിട്ട് അവന് വേണ്ടി വാദിക്കാനായിട്ട് ലോയറിന്റെ വൈഫിനെ അപ്പോയിന്റ് ചെയ്യാണ്. ഇവളുടെ അനിയത്തിയാണെങ്കിൽ അന്ന് ഹീറോനും ആ ലോയറും കാറി വന്നിറങ്ങുന്ന ഫോട്ടോ ഇവളുടെ ഹസ്ബൻഡും കൊടുക്കും. അങ്ങനെ ഈ കേസും കോർട്ടിലേക്ക് വരികയാണ്. ആദ്യം ഈ വക്കീലാണെങ്കിൽ ഹീറോന്റെ ഡോക്ടറിനെ ചോദ്യം ചെയ്യും. ആ ഡോക്ടറും അവർക്കാവുന്ന വിധം ഹീറോന് മെന്റലായിട്ട് ഒരു പ്രോബ്ലം ഇല്ല, ജസ്റ്റ് സ്ട്രെസ് മാത്രം പറഞ്ഞ് ഹീറോ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ അടുത്തതായിട്ട് വരുന്ന ഹോട്ടലിലെ മാനേജർ ആണെങ്കിൽ ഇവർക്കെതിരായിട്ട് സാക്ഷി പറയും. വന്ന 3 പേരിൽ ആ ഫ്രണ്ട് മാത്രം വെളിയിൽ പോയി ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഹീറോനും ആ ലോയറും ഒരു റൂമിലുണ്ടായിരുന്നു പറയാണ്. അത് കേൾക്കുന്ന ലോയർ ആണെങ്കിൽ ഹീറോയിൻ പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല എന്ന് പറയും. പക്ഷെ കാശിന് വേണ്ടി ഹസ്ബൻഡ് അറിയാതെ പണി ചെയ്ത് അവസാനം ഹസ്ബൻഡ് കണ്ടുപിടിച്ച് ഡിവോഴ്സ് ചോദിക്കുന്ന സമയത്ത് അത് അവന് കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ ന്യായമില്ലെന്ന് വാദിക്കുകയാണ്. ആ ദിവസം നൈറ്റ് ആകുമ്പോൾ ഹീറോന്റെ ഹസ്ബൻഡ് അവനെ വേണ്ടി ഫോട്ടോ കൊണ്ടുപോയിട്ട് ലോയർക്ക് കാണിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ആദ്യമേ തന്നില്ല എന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെടും. ഇവന് എതിർത്ത് സംസാരിക്കാൻ പോയാൽ അവളാണെങ്കിൽ ഞാൻ നിന്റെ വൈഫ് ഒന്നുമല്ല, നീ പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആ വക്കീലാണെങ്കിൽ ഹീറോന്റെ ഏട്ടനെ ചോദ്യം ചെയ്യും. അന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നടന്ന കാര്യം അതുപോലെ പറയാൻ പറയും. അതിന് ഇവളുടെ ഏട്ടനും അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ ഇവളാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കണ്ട് പേടിച്ച് റോഡിൽ ഓടാൻ തുടങ്ങിയെന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുടുംബ പെണ്ണ് ഇവളെ പോലെ റോഡിലേക്ക് ഇറങ്ങി ഓടാറുണ്ടോ ചോദിച്ച് ഹീറോനെ അവമാനിക്കുകയാണ്. അടുത്തതായിട്ട് അവന്റെ വൈഫിനെ വിളിച്ച് ചോദ്യം ചെയ്യാണ്. ഹീറോനെ ലോറിനെ കാണാൻ പോയ കാര്യം നിങ്ങൾക്ക് അറിയോ ചോദിക്കും. അതിന് അവരില്ല എന്ന് പറയാണ്. പക്ഷേ ഇവൾ അവന്റെ റൂമിൽ ഉണ്ടായിരുന്നതിന് സാക്ഷി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറോനോട് നിങ്ങൾ അവനോട് സ്റ്റേ ചെയ്യാൻ പോകുന്ന കാര്യം എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല അവൻ ചോദിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള സ്റ്റേ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. പകരം ഹീറോന്റെ ഹസ്ബൻഡ് കൂടിയില്ലാത്തോടെ അവൾക്ക് കിടക്കാൻ ആളെ കിട്ടാതെ പ്ലാൻ ചെയ്താണ് റൂമിലേക്ക് പോകുന്ന എല്ലാവരോടും പറയാണ്. അത് കേൾക്കുന്ന ഹീറോനാണെങ്കിൽ എങ്ങനെ അവൾ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇവളുടെ ലോയർ ആണെങ്കിൽ ഇവൾക്ക് എത്ര വയസ്സായി ചോദിക്കും. ഇവള് പറയുന്ന കാര്യമെല്ലാം കേട്ട ശേഷം ഇവളുടെ വക്കീലാണെങ്കിൽ ഇവൾക്ക് 38 വയസ്സായി നല്ലപോലെ പഠിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളാണ്. സോ ഇവളെയാണ് നിങ്ങൾ മെന്റലി അൺഫിറ്റ് ആണെന്ന് പറയുന്നത്. കൂടാതെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യമൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. ഇതിനിടയിൽ ആ വക്കീലാണെങ്കിൽ ഹീറോന്റെ അനിയത്തി എടുത്ത ഫോട്ടോ ജഡ്ജിനെ കാണിക്കുകയാണ്. പക്ഷെ ഫോട്ടോ കാണുന്ന ഇയാളാണെങ്കിൽ അതിൽ ഹീറോനും അവനും സംസാരിക്കുന്നതല്ല, അത് തെറ്റായിട്ട് ഒരു കാര്യം കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാതെ ഇവരുടെ ഫോട്ടോ എടുത്തവരാണ് കുറ്റവാളി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എവിഡൻസ് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ഇവള് വീട്ടിൽ പോകുന്ന സമയത്ത് മകൾക്ക് കുറച്ച് സാധനം വെച്ച് സെക്യൂരിറ്റി കൊടുക്കണം, അത് കൊടുക്കാനും പറയും. അതിലാണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ടാകും. അത് കാണുമ്പോഴായിരിക്കും ഹീറോൻ അവളുടെ മേലെ വെച്ച സ്നേഹം അവൾക്ക് മനസ്സിലാവുക. പക്ഷേ ഈ സൈഡ് ഹീറോനാണെങ്കിൽ വീട്ടിൽ നിന്ന് കോൾ വരാൻ അച്ഛൻ സുഖമില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. പക്ഷേ ഇവള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോകാൻ ആക്ച്വലി ഇവൾക്ക് സപ്പോർട്ട് ആയിരുന്ന ഒരേ ഒരാൾ ഇവളുടെ അച്ഛനായിരിക്കും. അതുകൊണ്ട് ഇവൾ ടോട്ടലായിട്ട് ബ്രേക്ക് ആവാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവൾ ഏട്ടൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. പക്ഷേ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഒരാളും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ അറിയാന്ന് പറഞ്ഞ് ഏട്ടൻ ഇഗ്നോർ ചെയ്യാണ്. അടുത്ത ദിവസം ഇവളുടെ വീട്ടിൽ അച്ഛന് കർമ്മം ചെയ്യാനായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. പക്ഷെ അതിനിടയിലേക്കാണെങ്കിൽ ആ ലോയറും കയറി വരും. എന്നാൽ ഇവളാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും കണ്ടു നിൽക്കുക ഹീറോനെ വീണ്ടും അപമാനിക്കുകയാണ്. ഇവൾ ആരുടെ കൂടെയെങ്കിലും കിടന്നായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വാങ്ങിയത് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഹീറോനാണെങ്കിൽ ദേഷ്യപ്പെടാതെ എന്തെങ്കിലും എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവളോട് അപേക്ഷിക്കുകയാണ്. അടുത്ത ദിവസം കോർട്ടിലാണെങ്കിൽ അവസാനത്തെ ഹിയറിംഗ് ആയിരിക്കും. ആ സമയത്ത് ഹീറോന്റെ വക്കീലാണെങ്കിൽ ആ ജോലിക്കാരി വിളിച്ച് ചോദ്യം ചെയ്യും. ഹീറോന് എല്ലാ കാര്യങ്ങളും മറക്കുകയാണ്. അവൾക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലെന്നല്ലേ നിങ്ങളെന്ന് പറഞ്ഞ് ചോദിക്കും. ആ കാര്യം അവൾ സമ്മതിക്കും. പക്ഷെ ആ സമയത്ത് വക്കീലാണെങ്കിൽ നിങ്ങൾ വർക്കുന്ന സമയത്ത് എന്തിനും മറക്കാറുണ്ടോ ചോദിക്കുകയാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു പറയും. അപ്പൊ നിങ്ങൾക്ക് മറവിയുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ ഹീറോൻ എന്തെങ്കിലും മറന്നാണെങ്കിൽ അവളെ മെന്റലി അൺഫിറ്റ് ആണ് നിങ്ങൾ എങ്ങനെ പറയും ചോദിക്കും. അന്ന് ഹീറോൻ എങ്ങനെ ബിഹേവിനുള്ള കാരണം അവളുടെ ഹസ്ബൻഡാണ്. വീട് ഓപ്പണിംഗിൽ എല്ലാവരും കണ്ട് നിൽക്കാൻ മോശം രീതി സംസാരിച്ചെന്ന് പറയും. അതിന്റെ ആധാരമായിട്ട് അവനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അന്ന് വീട്ടിലുണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഹീറോൻ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ശേഷം വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് ഏട്ടന്റെ വൈഫിനെ വിളിക്കും. ആ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അന്ന് ഹീറോൻ അറിയാതാണ് ലാമ്പ് എടുത്തിരുന്നത്, അത് അറിയാതാണ് അവളുടെ മേലെ കൊണ്ടുവന്ന് പറയും. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഹീറോൻ കൂടെ വന്ന ചോദിക്കാണ്, പക്ഷെ അവൾ ഇല്ലാന്ന് പറയും. കാരണം അവളുടെ കൈയെല്ലാം കെട്ടിയ ശേഷം ഹസ്ബൻഡ് അവളെ റൂമിൽ പൂട്ടി വെച്ച് പറയാണ്. ഇവർ ഓണർ ഇവിടെ അബ്യൂസായിട്ട് സംസാരിച്ചതും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയതെല്ലാം ഹീറോൻ അല്ല, പകരം അവളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ഈ ആരോപണങ്ങളെല്ലാം ഫേക്ക് ആണെന്ന് ഹീറോന്റെ വക്കീൽ തെളിയിക്കുകയാണ്. അവസാനമായിട്ട് ഹീറോനെ വിളിച്ച ലോയർ എങ്ങനെ മരിച്ചു ചോദിക്കുകയാണ്. അതിന് ഹീറോനും വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് ഞാൻ പോയത്. പക്ഷെ പാട്ട് പറഞ്ഞതിനിടയിലാണ് അവന് ഹാർട്ട് അറ്റാക്ക് വന്നു. എന്നോട് അവൻ കാർ ഓടിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ എനിക്കാണെങ്കിൽ കാർ ഓടിക്കാൻ അറിയില്ല. സോ മെഡിക്കൽ ഹെൽപ്പ് കിട്ടാനായിട്ടും വൈകി. ഒരു പക്ഷേ എനിക്ക് മാത്രം കാർ ഓടിക്കാൻ അറിയായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഫ്രണ്ട് ജീവനോട് ഉണ്ടാവുന്ന പറഞ്ഞ് കാര്യം തുടങ്ങുകയാണ്. അങ്ങനെ അവസാനം ഹീറോന്റെ മേലെ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും ഫേക്ക് ആണെന്ന് തെളിയാണ്. അവസാനം ഹീറോനാണെങ്കിൽ ഡിവോഴ്സും സമ്മതിക്കും. എന്റെ മകൾ എന്റെ കൂടെ വേണമെന്ന് പറയും, അതിന് കൂടുതൽ സമ്മതിക്കും. അവസാനം ഡൊമസ്റ്റിക് വയലൻസിനും ഹീറോനെതിരെ അബ്യൂസ് നടത്തിയതിന് ഹീറോന്റെ ഹസ്ബൻഡ് അറസ്റ്റ് ചെയ്യാണ്. ഇവളുടെ ഫാമിലിയും അതുപോലെ ഇവളുടെ മകളും ഹീറോനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവസാനം ഹീറോ കാർ ഓടിക്കാൻ പഠിക്കുകയാണ്. ബാക്കിയുള്ള ലൈഫ് ആണെങ്കിൽ മകളോട് ഹാബിറ്റ് ജീവിക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് ഓൾസോ ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പ്രീവിയസ് പാർട്ടിലും ടൈറ്റിൽ മേലും ചെക്ക് ചെയ്ത് നോക്കുക.